ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ സ്വർണം ഉൾപ്പെടെയുള്ളവയ്ക്ക് കസ്റ്റംസ് തീരുവ കുറയ്ക്കുമെന്നും മറ്റു ചില ഉൽപ്പന്നങ്ങൾക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ സ്വർണം ഉൾപ്പെടെയുള്ളതിന് വില കുറയുകയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം വില ഉയരുകയും ചെയ്യും. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകൾ, മൊബൈൽ ഫോണുകൾ, ഇറക്കുമതി ചെയ്ത സ്വർണം, വെള്ളി, തുകൽ ഉൽപ്പന്നങ്ങൾ, സമുദ്രവിഭവങ്ങൾ തുടങ്ങിയവയ്ക്കാണ് വില കുറയുക. വില കുറയുന്നവ ഇവയാണ്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കി. മൊബൈൽ ഫോണുകളുടെയും ചാർജറുകളുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ 15% കുറച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6%, പ്ലാറ്റിനം 6.4% കുറച്ചു. ഫെറോനിക്കൽ, ബ്ലിസ്റ്റർ കോപ്പർ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയും ഒഴിവാക്കി. ചെമ്മീൻ, മീൻതീറ്റ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 5% കുറച്ചു. സൗരോർജ്ജവുമായി ബന്ധപ്പെട്ട പാർട്സുകൾക്ക് കസ്റ്റംസ് തീരുവ ഉയർത്തരുതെന്നും നിർദ്ദേശിക്കുന്നു. തുകൽ, പാദരക്ഷ എന്നിവയുടെ നിർമ്മാണത്തിന്റെ കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്നു. റെസിസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഓക്സിജൻ രഹിത ചെമ്പിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ എടുത്തുകളഞ്ഞു. ഇനി വില കൂടുന്നവ പരിശോധിക്കാം. അമോണിയം നൈട്രേറ്റിന്റെ കസ്റ്റംസ് തീരുവ 10%ആക്കിയാണ് ഉയർത്തിയത്. ജീർണിക്കുന്നതല്ലാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് തീരുവ 25% ഉയർത്തി. ചില ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% നിന്നും 15% ഉയർത്തി. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള നോട്ടിഫൈഡ് സാധനങ്ങൾക്ക് 1% TCS ചുമത്തും. PVC ഫ്ലെക്സ് ബാനറുകൾ. ഇതുകൂടാതെ സംരംഭകർക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മുദ്രാ ലോണിന്റെ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. മുദ്രയുടെ തരുൺ വിഭാഗത്തിലാണ് ഈ തുക ലഭിക്കുക. യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8-നാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. പൊതുമേഖലാ ബാങ്കുകൾ, പ്രാദേശിക റൂറൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മുദ്രാ ലോൺ ലഭിക്കും. വിവിധ ബാങ്കുകൾ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഈടാക്കുന്നത്. നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത്. നിലവിൽ ശിശുവിൽ 50,000 രൂപ, കിഷോറിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ, തരുണിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തോടെ തരുൺ പദ്ധതിയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തി. മറ്റ് വിഭാഗങ്ങൾക്കും സ്വാഭാവിക വർധനയുണ്ടാകും. കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്രാ ലോൺ നൽകൂ. ഓട്ടോറിക്ഷ, ചെറിയ ഗുഡ്സ് വെഹിക്കിൾ, ടാക്സി, കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം. ഇതിനു പുറമെ ബാർ, സലൂൺ, ജിം, ബൊട്ടിക്, തയ്യൽ കട, ബൈക്ക് റിപ്പയർ ഷോപ്പ്, TDP, ഫോട്ടോ കോപ്പി കട, മരുന്നുകട, കൊറിയർ സർവീസ്, ഡ്രൈ ക്ലീനിംഗ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാനാകും. അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. മുൻപെടുത്ത വായ്പകളിൽ വീഴ്ചയുണ്ടാകരുത്. കോർപ്പറേറ്റ് സ്ഥാപനവും ആയിരിക്കരുത്. അപേക്ഷകന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. 18 വയസ്സ് തികയണം എന്നിങ്ങനെയാണ് നിബന്ധനകൾ.